ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് ആണ് ഞങ്ങൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ അതങ്ങനെ തയ്യാറാക്കുന്നത്. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ അതങ്ങനെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞങ്ങൾ കുറച്ച് സാധനങ്ങളും പച്ചക്കറികളും കുറച്ച് വെളുത്തുള്ളിയൊക്കെ ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1 കിലോ ചിക്കൻ, അതുപോലെ തന്നെ 2 കിലോ ബസ്മതി അരി, പിന്നെ കുറച്ച് ക്യാപ്സിക്കം, സവോള, ബീൻസ്, ക്യാരറ്റ്, അതുപോലെ സോയാ സോസ്, പിന്നെ കുറച്ച് വിനാഗിരി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞങ്ങളിവിടെ ചെരുവത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കത് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ തിളച്ച ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇവിടെ 2 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്, ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് നന്നായിട്ട് കഴുകി വാരി വെച്ച അരിയാണ്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീരും കൂടി പിഴിഞ്ഞൊഴിക്കാം. കുരു ചേർക്കരുത്, കുരു ചേർത്താൽ ഒരു കയ്പുണ്ടാവും. ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അരി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 കിലോ ചിക്കനാണ് ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത്. ബോൺലെസ് ചിക്കനാണ്. നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതാണ്. ചിക്കനിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. ഒരു 1.25 ടീസ്പൂൺ ഉപ്പും. ഇനി നമുക്ക് ഇതിനൊരു 1.25 അടപ്പ് സോയാ സോസും കൂടെ ചേർത്ത് കൊടുക്കാം. സോയാ സോസിന് കൂടെ ചില്ലി സോസും കൂടെ ചേർക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഈ കുരുമുളകിൻ്റെയും ആ കോൺഫ്ലവറിൻ്റെ ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇതിനകത്തേക്ക് ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിതൊരു 15 മിനിറ്റ് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചോറൊന്ന് വെന്തോ നോക്കാം. ഏകദേശം 3/4 വേവായിട്ടുണ്ട്. 3/4 വേവാകുമ്പോൾ നമ്മൾ കോരി വെക്കണം. ഇല്ലെങ്കിൽ അരി വിട്ട് കിട്ടിയല്ല, അല്ല അരി വിട്ട് കിട്ടാൻ നമ്മൾ കുഴഞ്ഞു പോകും. അതുകൊണ്ടാണ് 3/4 വേവാകുമ്പോൾ നമ്മൾ വാങ്ങി വെക്കുന്നത്. ഇനി നമുക്ക് കോരി വെക്കാം. കോരി വെച്ചതിന് ശേഷം തണക്കാനായിട്ട് മാറ്റി വെക്കണം. ചോറ് തണക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളൊരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളി ചൂടാകുമ്പോഴേക്കും അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് എണ്ണ വേണ്ട, കുറച്ച് എണ്ണ മതി. അതിനകത്ത് നമുക്ക് 3/4 പാകത്തിന് നമ്മളത് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുരുമുളകിൻ്റെ സോയയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട്. മസാലകളൊന്നും അധികം ചേർക്കുന്നില്ലല്ലോ, കുരുമുളകല്ലേ, അതുകൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ചിക്കൻ 3/4 വേവായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കോരിയെടുത്ത് വെക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും മതി. ഞങ്ങൾ ഇതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് ഉരുകി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ചേർത്ത് കൊടുക്കാഞ്ഞത്. അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്. കുറച്ച് ഗ്രീൻ പീസ്, കുറച്ച് ക്യാരറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് ക്യാപ്സിക്കം, കുറച്ച് ബീൻസ്, കുറച്ച് സവോള എല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം ഒരു 1/4 കപ്പ് വീതം മതി. അത് നന്നായിട്ട് വാടണ്ട, ചെറുതായിട്ടൊന്ന് വാടിയാൽ മാത്രം മതി. കൂടുതൽ തന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്പ്രിംഗ് ഓണിയൻ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ വൈറ്റ് ഭാഗം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഗ്രീൻ ഭാഗം നമ്മൾ അത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ഏകദേശം ഒന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം.
ഇവിടെ വെജിറ്റബിളൊക്കെ നമ്മൾ സൈഡിലോട്ടൊന്ന് മാറ്റിയിട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. 1 മിനിറ്റ് ശേഷം നമുക്കൊന്ന് ചിക്കി കൊടുക്കാം. മുട്ട ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.25 അടപ്പ് സോയയും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിളും മുട്ടയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വെജിറ്റബിൾസിൽ ഉപ്പൊക്കെ ഒന്ന് ചേർന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒരു അല്പം കൂടി ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾസ് ഒക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത ശേഷം റൈസും കൂടി ഇട്ട് കൊടുക്കാം. ചോറ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഇളക്കുന്ന സമയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അരി കുഴഞ്ഞു പോകരുത്. റൈസ് നമ്മൾ തവിയും കൊണ്ട് എടുത്തിട്ട് ഇങ്ങനെ മറിച്ചിടുക ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും അരിയെല്ലാം കൂടെ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ വെജിറ്റബിളും ചിക്കനും നമ്മൾ ചോറും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് സമയം നമ്മൾ നന്നായിട്ട് ഇളക്കി ആവി കയറ്റി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. 2 ബ്രെഡും മുട്ടയും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താണ്. ഇത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സ്പ്രിംഗ് ഒണിയൻ ഉണ്ടെങ്കിൽ ഈ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ ഗ്രീൻ ഭാഗം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടി തന്നെ കുറച്ച് മല്ലിയില. നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം അധികം മസാലകളൊന്നും ചേർക്കാത്തതുകൊണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആ ചിക്കനിനകത്ത് നമ്മൾ കുരുമുളകും സോയാ സോസൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രിയപ്പെട്ടവർക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. മറ്റൊരു വിഭവമായി വീണ്ടും കാണാം. ബൈ.